ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കണം. അതിനുശേഷം ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് അത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല. നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം നമുക്കതിനെ ജ്യൂസാക്കി എടുക്കാം. അതിന് നമുക്ക് ഒരു അരിപ്പ ആവശ്യമാണ്. നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്കിവിടെ ബീറ്റ്റൂട്ടിൻ്റെ നല്ല ജ്യൂസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രം എടുത്ത് നമുക്ക് മെഷർ ചെയ്ത് ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഏകദേശം 17 ml ജ്യൂസാണ്. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആദ്യം ഞാൻ ചേർക്കുന്നത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. ഒരു സ്പൂൺ അലോവേരയുടെ ജെൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഇയുടെ ഓയിലും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 5 തുള്ളി വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ സോപ്പിൻ്റെ ബേസിലേക്ക് ഇത് ഒഴിക്കുമ്പോഴത്തേക്കും അത് പൊങ്ങിക്കിടക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മളത് ശരിക്കും ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് സോപ്പിൻ്റെ ബേസാണല്ലോ. അതിന് വേണ്ടി ഞാനിവിടെ ഇപ്പം സോപ്പിൻ്റെ ബേസ് 600 ഗ്രാം സോപ്പിൻ്റെ ബേസാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ കറക്റ്റ് 600 ഗ്രാം എടുക്കരുത്, കുറച്ച് കൂടുതൽ എടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു സോപ്പിൻ്റെ ബേസ്. ഇപ്പോൾ ഞാൻ ഇവിടെ 608 ഗ്രാമോളം സോപ്പിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സോപ്പിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ബേസാണ്. അപ്പോൾ സോപ്പിന് നല്ല ഉറപ്പും നല്ല പതയൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് സോപ്പിൻ്റെ ബേസ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം കണ്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ഉള്ള ആ ഒരു മിശ്രിതം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഒരുപാട് ഇളക്കണ്ട, ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ പതയാകും. പക്ഷേ നമ്മൾ ഒഴിച്ച ആ ഒരു മിശ്രിതം അതിലേക്ക് നന്നായിട്ട് ആഡായി വരണം. ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ലെക്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ലെക്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ നല്ല അടിപൊളി സ്മെല്ലാണ്. അതിനുശേഷം നമ്മൾ മോൾഡിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 100 ഗ്രാമിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. മോൾഡിലേക്ക് നമ്മൾ നന്നായി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഉള്ള ഈ പത കണ്ടില്ലേ? അപ്പോൾ ഈ പത നമുക്ക് മാറ്റി കളയുന്നുണ്ടെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോളിൻ്റെ ഒരു സ്പ്രേ കിട്ടും കേട്ടോ. അത് മേടിച്ചിട്ട് സ്പ്രേ ചെയ്താൽ മതി. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. 3 മുതൽ 4 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ശരിക്കും ബ്രൈറ്റ് ആവാനും നമുക്ക് വൈറ്റനിങ്ങിനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്കിപ്പം ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സോപ്പ് എടുത്ത് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ സോപ്പ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.